PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ പുതിയ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സർക്കാർ ഇന്ന് അധികാരത്തിലേറിയിരിക്കുകയാണ്. ആ സർക്കാരിന് ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടാകും. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പിന്തുണ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്. അത് 2047 ഈ ഭാരതം ഒരു വികസിത രാജ്യമാകുന്നതിന് വേണ്ടി അതെല്ലാവരുടെയും സ്വപ്നമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമായിട്ട് മാറുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാരുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ PM ശ്രീ അത് നടപ്പിലാക്കണം. ഈ ആശയത്തിന്റെ വക്താക്കളുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ ആയുഷ്മാൻ വയോജന പദ്ധതി, അതുപോലെ PM ശ്രീയും അഖിലേന്ത്യാ തലത്തില് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന സർക്കാരിന്റെ ആശയം ഉൾക്കൊള്ളുന്നവര് ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വികസിത കേരളത്തിന് വേണ്ടി, വികസിത ഭാരതത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിരുന്നു. ഭരണപക്ഷത്തിന്റെ ഉള്ളിൽ തന്നെ പ്രതിപക്ഷമുണ്ടായി കേരളത്തിലെ ഭരണ സംവിധാനം തകരാതിരിക്കട്ടെ എന്നും കേന്ദ്ര സഹമന്ത്രി ആശംസിച്ചു. സമയമെങ്ങനെ കൃത്യമായി വിനിയോഗിക്കണമെന്നതിന്റെ നല്ല ഉദാഹരണമാണ് PS ശ്രീധരൻപിള്ള. അഭിഭാഷകനായിരിക്കെ എഴുത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന്റെ സ്വത്വം എന്ന് പറയുന്നത് അഭിഭാഷകൻ എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, കവിയാണ്, രാഷ്ട്രീയ നേതാവാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് സമയം എങ്ങനെ വിനിയോഗിക്കണം, സമയം നഷ്ടപ്പെടാതെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സാറിനെ കണ്ട് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലെ ആ അസ്വസ്ഥതകൾ അതുണ്ടാകാതിരിക്കട്ടെ എന്ന, അതുപോലെ തന്നെ വികസനത്തെ അത് ബാധിക്കും. അത് പ്രതിപക്ഷത്തിന്റെ പങ്ക് പ്രതിപക്ഷം നിർവഹിക്കട്ടെ. ഭരണപക്ഷത്തിന്റെ ഉള്ളിൽ തന്നെ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ഭരണ സംവിധാനത്തെ തകർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മിസോറാമിലെ വിശേഷങ്ങൾ എന്ന പുസ്തകം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ NP ചേക്കുട്ടി, PS ശ്രീധരൻപിള്ളയുടെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകം KPR നായർ, കാലം കയ്യൊപ്പ് ചാർത്തിയ രചനകൾ എന്ന പുസ്തകം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ജിഷ ശബരീഷ് എന്നിവർ ഏറ്റുവാങ്ങി. എഴുത്തുകാരി KP സുധീര, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.